ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസ് 11th ക്ലാസ്സിലത്തെ സീക്വൻസ് ആൻഡ് സീരീസിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു? ടേംസ് ഓഫ് എ സീക്വൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ടേംസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 2 പ്രോബ്ലംസ് ചെയ്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഇന്ന് നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷനിലേക്ക് വരാം. നമുക്ക് 2-3 ടൈപ്പ് പ്രോബ്ലംസ് കൂടി ചെയ്യാനുണ്ട്. നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. ഞാൻ നെക്സ്റ്റ് പ്രോബ്ലം എഴുതുന്നു. അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ അല്ലേ? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ടേംസ് ആഡ് ചെയ്ത്, ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആഡ് ചെയ്ത് ടേംസ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ സീക്വൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നു. ക്ലിയർ? അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഡെഫിനേഷൻ ഒന്നും ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് നിറയെ ചെയ്യാനുണ്ട്. എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അപ്പോൾ ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് വരികയാണ്. ഫൈൻഡ് ദ 40th term of the AP arithmetic progression. AP means arithmetic progression. If the second and 7th term is 7 and 32 respectively. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേം കാണാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? എങ്ങനെ ടേം കാണേണ്ട ഫോർമുല? ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ TN ആണ്. കാണേണ്ട ഫോർമുല എന്താ? A+n-1 × D. ഇങ്ങനെയാണ് നമ്മൾ ടേം ഇവാലുവേറ്റ് ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണ്. ഡി എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് AP തന്നാൽ എപ്പോഴും നമ്മൾ അതിൽ നിന്ന് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ നമ്മൾ സിമ്പിൾസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ നോക്കിയേ, 40ാമത്തെ ടേം കാണുക. എങ്ങനെ? സെക്കൻഡ് ടേമും 7th ടേമും 7ഉം 32ഉം ആണെങ്കിൽ അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് എന്താ? ഇവിടെ ഗിവൺ എന്ന് വെച്ചാൽ തന്നേക്കുന്നത് എന്താ? സെക്കൻഡ് ടേം എന്ന് വെച്ചാൽ T2. ടേംസിനെ നമ്മൾ T1, T2, T3 എന്ന ഡിനോട്ട് ചെയ്യണേന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ T2 എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 7. പിന്നെന്താ തന്നേക്കുന്നത്? 7th ടേം അല്ലേ? T7. 7th ടേമിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? T7. അതെന്താണ്? 32. ഇത് രണ്ടും നമുക്ക് തന്നേക്കുന്നത്. ഒരു APയുടെ സെക്കൻഡ് ടേമും 7th ടേമും 7 and 32 റെസ്പെക്റ്റീവ്ലി. then we have to find out the 40th term. T40 എന്താണ്? അപ്പോൾ ടേം കാണാനുള്ള ഫോർമുല ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എയും ഡിയും കിട്ടിയാൽ മതി. അപ്പോൾ എയും ഡിയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടില്ല AP അല്ലേ? അതിന് പകരമാണ് സെക്കൻഡ് ടേമും 7th ടേമും തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഈ ടേം കാണാനുള്ള ഫോർമുല ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. T2 എന്ന് പറഞ്ഞാൽ എന്നിന് 2 കൊടുത്താൽ മതിയല്ലോ. A+2 - 1 എന്നത് ഞാൻ അതിവിടെ എഴുതി കാണിക്കാം. 2 - 1 × D. ഈ ഫോർമുല ഉപയോഗിച്ച് ഇങ്ങനെയല്ലേ പറ്റുക? ഈ 2 - 1 എന്ന് വെച്ചാൽ എന്താ? 1 അല്ലേ? അപ്പോൾ A+D. അതേപോലെ T7 എന്ന് വെച്ചാൽ ഫോർമുല വെച്ച് എങ്ങനെ പറയാം? A+7 - 1 × D. എന്താ 7 - 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6. അപ്പോൾ A+6D. അപ്പോൾ T2 എന്ന് വെച്ചാൽ A+D ആണ്. T7 എന്ന് വെച്ചാൽ A+6D എന്നാണ്. അപ്പോൾ ഞാൻ ഈ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. T2 7 ആണെന്നും T7 32 ആണെന്നും ഞാൻ ഈ ഫോർമുല ഉപയോഗിച്ച് എഴുതുകയാണ്. ദാറ്റ് ഈസ് A+D. T2 എന്ന് പറയുന്നത് A+D 7 ആണ്. ഇനി T7 എന്ന് പറയുന്നത് A+6D. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് വന്നേക്കുന്നത്? 32. നോക്കിയേ, നമുക്ക് 2 ഇക്വേഷൻ അതല്ലേ? നമുക്ക് എയും ഡിയും ഇല്ലാതെ ഒരു ടേമും വാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. എയും ഡിയും, എ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം ആണ്, ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആണ്. ഈ 2 കാര്യങ്ങൾ APയുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടേം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് 40ാമത്തെ ടേം എന്താണെന്ന് തന്നെയാണ്. അപ്പോൾ ചോദ്യത്തിൽ AP ഇല്ലാത്തതുകൊണ്ട് എയും ഡിയും കണ്ടെഴുതാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ പിന്നെ എന്താണ്? നമുക്ക് തന്നേക്കുന്നത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനേ സാധിക്കൂ. അപ്പോൾ നമുക്ക് T2 തന്നു, T7 കണ്ടു, ഞാൻ കണ്ടു 2 ഇക്വേഷനായി. ഞാൻ ഈ 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്യാൻ പോവുക. സോൾവ് ചെയ്യണത് എങ്ങനെയാണ്? ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, ഒരു വേരിയബിളിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് കണ്ടുപിടിക്കണം.
അപ്പോൾ ഇവിടെ നമുക്ക് 2 വേരിയബിളാണ് ഉള്ളത്, എയും ഡിയും. അറിയാത്തത് 2 ഈ അറിയാത്തതിനെ നമ്മൾ എന്ത് പറയുക? വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ എയും ഡിയുമാണ് ഇവിടെ അറിയാത്തത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ 2 ഇക്വേഷനിൽ നിന്ന് ഒന്നിനെ എലിമിനേറ്റ് ചെയ്യുന്നു. നോക്കൂ, എയുടെ കോയിഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്, ഇവിടെയും എയുടെ കോയിഫിഷ്യൻ്റ് 1 ആണ്. അതുകൊണ്ടാണ് എ എലിമിനേറ്റ് ചെയ്യാൻ നമുക്കിവിടെ എളുപ്പമാണ്. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിനിയും വീണ്ടും വേറൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. കുറേ പേർക്ക് ചിലപ്പോൾ അത് അറിയുന്നുണ്ടാവില്ല. അത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇപ്പം ഞാൻ ഇതിലേക്ക് തന്നെ കടക്കുകയാണ് കേട്ടോ, സോൾവ് ചെയ്യുന്നതിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യണം ഈ 2 ഇക്വേഷനും കൂടി. എ മൈനസ് എ, അപ്പോൾ അത് ക്യാൻസലായി 0. എ മൈനസ് എ എന്താ? 0. സെയിം ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്താൽ 0 അല്ലേ നമുക്ക് കിട്ടുക. ഡി മൈനസ് 6d ലൈക്ക് ടേംസാണ്. ഡി മൈനസ് 6d. അപ്പോൾ ഇവിടെ ഡിയുടെ കോയിഫിഷ്യൻ്റ് 1 ആണ്. 1 മൈനസ് 6 എന്ന് പറയുമ്പോൾ -5. 1 മൈനസ് 6 എന്താ? -5 ആണ്. ഈക്വൽ ടു 7 മൈനസ് 32. 7 മൈനസ് 32 എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടുക? സബ്ട്രാക്ട് ചെയ്യണം. 32ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. അപ്പോൾ 25 ചെറുതിൽ നിന്ന് വലുതായതുകൊണ്ട് അതിൻ്റെ എന്താണ്? -25 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് 2 സ്ഥലത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് ക്യാൻസലായി പോകും. ഡി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5 ഇൻറ്റു ഡി ആണ് 25. അപ്പോൾ അവിടെ ഡി കാണാൻ എന്ത് ചെയ്യണം? 25/5 എടുക്കണം. സോ ദ ആൻസർ ഈസ് 5. അപ്പോൾ ഡിയുടെ വാല്യൂ കിട്ടി, നമുക്ക് 5 എന്ന് കിട്ടി. ഡി മാത്രം പോരല്ലോ, നമുക്ക് ഫസ്റ്റ് ടൈം എ കൂടി വേണ്ടേ? അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനാണ് കുറച്ചുകൂടി ഈസി. അപ്പോൾ ഞാനതിവിടെ എടുത്തെഴുതുന്നു. a + d = 7. അവിടെ ഡിക്ക് ഞാൻ 5 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു, കാരണം ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ കൊടുക്കുന്നു. അപ്പോൾ a + 5 = 7. ഇവിടെ നോക്കൂ, ഇവിടുന്ന് എ കാൽക്കുലേറ്റ് ചെയ്യാൻ +5നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ 7 - 5, സോ ദ ആൻസർ ഈസ് 2. അപ്പോൾ നമുക്ക് എയും കിട്ടി, ഡിയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ടേം ഇവാലുവേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, T40 എന്താണെന്ന്. സോ വി കാൽക്കുലേറ്റ് T40. T40 എന്ന് പറയുന്നത് a + 40 - 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മളുടെ ഫോർമുല. സോ ദിസ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 2 ആണ്, 40 - 1 എന്ന് പറയുന്നത് 39 ആണ്, ഇൻറ്റു ഡി എന്ന് പറയുന്നത് 5 ആണ്. നമ്മൾ ആ വാല്യൂ ഒക്കെ അവിടെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ആദ്യം ചെയ്യണം. ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങളാണ് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലുള്ളത്. അതിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് പ്രിഫറൻസ് കൂടുതലാണ്, അതാണ് മുൻഗണന. അഡീഷൻ, സബ്ട്രാക്ഷൻ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്നതുകൊണ്ട് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 39 ഇൻറ്റു 5 ആണ്. 39 ഇൻറ്റു 5 എന്ന് പറയുന്നത് 9 5s are 45. 45 എന്ന് പറയുമ്പോൾ 12 പ്ലസ് 5 ഇൻറ്റു 3 15. 15 പ്ലസ് 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 39 ഇൻറ്റു 5 നമുക്കൊന്ന് കഴിയുമ്പോൾ 9 5s are 45. 4 ഉണ്ട്, 15 പ്ലസ് 4 19. 195 പ്ലസ് 2 എന്ന് വരും. വാട്ട് ഈസ് 195 പ്ലസ് 2? 197. സോ ദിസ് ഈസ് ദ എത്രാമത്തെ ടേം? 40th ടേം ഓഫ് ദ സീക്വൻസ്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ 40ാമത്തെ ടേമാണ് ഇപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ടോപ്പിക്സിലെ ഒരു കാര്യം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ. ഒരു AP തന്നുകൊണ്ട് കാണാൻ പറയുന്നത് ഡയറക്റ്റാണ്, കാരണം നമുക്ക് അവിടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടില്ല. അപ്പോൾ എയും ഡിയും ഒന്നും നമുക്ക് അറിയുന്നില്ല. അതിന് പകരം ടേംസ് ഇന്ന ടേംസ് ഇന്നതാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 2 ഇക്വേഷനായിട്ട് വരും. ആ ഇക്വേഷൻസിനെ സോൾവ് ചെയ്തുകൊണ്ട് എയും ഡിയും നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്കിനി ഇതുപോലെ തന്നെ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അത് വേറൊരു പാറ്റേണിൽ വരുന്ന ചോദ്യമാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന്. വിച്ച് ടേം ഓഫ് ദ AP arithmetic progression, which term of the AP 1, 5, 9, 13 etc. is 117. 117 എന്നുള്ളത്
എത്രാമത്തെ ടേമാണെന്ന് നോക്കൂ. ക്വസ്റ്റ്യനിലെ ഡിഫറൻസ് നോക്കൂ എങ്ങനെയാണെന്ന്. എത്രാമത്തെ ടേമാണെന്ന്. അതായത് ഇതിങ്ങനെ എഴുതി പോകുമ്പോൾ 117 എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് നിൽക്കുക. ഈ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, 5 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം, 9 എന്ന് പറയുന്നത് തേർഡ് ടേം. അങ്ങനെയാണെങ്കിൽ 117 എത്രാമത്തെ ടേമാണെന്ന്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് നമ്മൾ പറയുകയാണ് nth ടേം എന്ന് വെച്ചാൽ എന്താ, TN അല്ലേ പറയുക. ലെറ്റ് nth ടേം ഈസ് 117. n എന്താണെന്നാണ് ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് നോക്കിയാൽ ലെറ്റ് nth ടേം എന്ന് പറയുമ്പോൾ TNൻ്റെ ഫോർമുല എടുക്കുക. ദാറ്റ് ഈസ് TN എന്ന് വെച്ചാൽ എന്താ, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 117. ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നമുക്കറിയാം ഹിയർ നമ്മളുടെ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 1 ആണ്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. നിങ്ങളിപ്പോൾ തന്നെ അത് പറയുന്നുണ്ടാവും അല്ലേ. ഏത് സംഖ്യ ഇവിടെ ആഡ് ചെയ്ത് പോയത്, 4 അല്ലേ ആഡ് ചെയ്ത് പോയെന്ന് നോക്കിയേ. ഇനി അത് നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അടുത്തടുത്ത ടേംസിൻ്റെ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയാൽ നിൽക്കുക. നോക്കൂ, 5 മൈനസ് 1 4, 9 മൈനസ് 5 4, 13 മൈനസ് 9 4. സോ അപ്പോൾ ഏത് നമ്പർ എവിടെ ആഡ് ചെയ്ത് പോയത്, 4 ആണ്. അപ്പോൾ ഡി ഈക്വൽ ടു 4 എന്ന് കിട്ടി നമുക്ക്. ക്ലിയർ. അപ്പോൾ ഇതിവിടെ ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ദാറ്റ് ഇംപ്ലൈസ് എ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് വെച്ചാൽ എന്താ 4 ഈക്വൽ ടു 117. നോക്കിയേ, ഒരു ഇക്വേഷൻ ഫോമിലല്ലേ. ഒരു ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യണം എങ്ങനെയാണ്, ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എങ്ങനെയാണ് നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, പുറത്ത് നിൽക്കുന്നതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇനി ബ്രാക്കറ്റ് ഉണ്ടാവില്ല. 4 ഇൻറ്റു n 4n മൈനസ് 4 ഇൻറ്റു 1 4 ഈക്വൽ ടു 117. ഇവിടെ നമുക്ക് നോക്കിയേ 4n, ഈ 1 മൈനസ് 4 എന്ന് പറയുന്നത് -3 ആണ്. 1-ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 എന്നാണ് കിട്ടുക, ഈക്വൽ ടു 117. അപ്പോൾ 4n ഈക്വൽ ടു -3നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +3 എന്നാവും. ഇതൊക്കെ ഇക്വേഷൻസിൻ്റെ സിംപ്ലിഫിക്കേഷനാണ്. നിങ്ങൾക്കിതിനെപ്പറ്റി അറിയുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമുക്കൊരു വീഡിയോ ഇതിനു വേണ്ടി ഞാൻ ഇടുന്നതായിരിക്കും. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക പറഞ്ഞാൽ അത് നമുക്ക് പല സിറ്റുവേഷൻസിലും വരും. അപ്പോൾ അത് ജസ്റ്റ് ജനറലായിട്ട് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ക്ലിയർ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഞാനിത് കണ്ടിന്യൂ ചെയ്യണു. 117 + 3 എന്ന് പറയുമ്പോൾ 120 ആയി. സോ 4n ഈക്വൽ ടു 120. അവിടെ നിന്ന് എന്നിൻ്റെ വാല്യൂ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, 120/4. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അല്ല അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ 120/4 എന്ന് പറയുമ്പോൾ എന്താ, 30. സോ നമുക്ക് പറയാം 30th ടേം, 30ാമത്തെ ടേമാണ് 117. കണ്ടോ, എത്രാമത്തെ ടേമാണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലം ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിച്ചു തന്നത്. പലതരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ വരും. എന്ത് ഈ പലതരത്തിലുള്ള പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഇന്നത്തെ ടേം എന്താണ് ഒരു AP തന്നിട്ട് ഇത്രാമത്തെ ടേം കണ്ടുപിടിക്കൂ. അപ്പോൾ AP ഉള്ളപ്പോൾ നമുക്ക് A യും D ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. AP ഇല്ലാതിരിക്കുന്ന പ്രോബ്ലംസ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ചെയ്തു തരുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് മുഴുവനും അങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ എത്രാമത്തെ ടേം ആണ് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇപ്പം നമ്മളിവിടെ ചെയ്തത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ദ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതേപോലത്തെ തന്നെ വേറൊരു ടൈപ്പ് പ്രോബ്ലത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ഏകദേശം ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ പോകും. കാരണം ഇവിടെ നമുക്ക് ഇങ്ങനത്തെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആവുന്ന രീതി നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നു. ഇതേപോലെ തന്നെ നമ്മൾ പോകുന്നു. വിച്ച് ടേം ഓഫ് ദ AP? Which term of the AP 1 ഒരു സീക്വൻസ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവുന്ന ഒരു തരം കൂടി നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്കത് ഫസ്റ്റ് വീഡിയോയിൽ അത് പറയണം എന്ന് വിചാരിച്ചതാണ്. കാരണം നമ്മളുടെ സീക്വൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി അറിയേണ്ട ഒരു കാര്യങ്ങൾ അതൊക്കെ. അതായത് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതി തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് വരണേന്നുള്ളത്. 5, 8, 11 എക്സെട്ര ഈസ് 152. തൊട്ട് മുമ്പുള്ള ഏകദേശം ആ പ്രോബ്ലത്തിന് സിമിലർ ആയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്.
ഇവിടെ നോക്കിയേ, ഇതേപോലത്തെ ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യം തന്നാൽ ആദ്യം നമുക്ക് എ എഴുതാം. ഹിയർ വാട്ട് ഈസ് എ ഈക്വൽ ടു 5 ഫസ്റ്റ് ടേം. ആൻഡ് വാട്ട് ഈസ് ഡി? 8 മൈനസ് 5 അല്ലെങ്കിൽ 11 മൈനസ് 8. ഇവിടെ ആകെ 3 ടേമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 3 ടേമിൽ തന്നെ നമുക്ക് മനസ്സിലായി ഡിയുടെ വാല്യൂ എന്താണ്? 3 ആണ്. അപ്പോൾ ഇതുപോലെ ടേം കാണാൻ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യുക? ലെറ്റ് ടി എൻ ഈക്വൽ ടു 152. ടി എൻ എന്ന് പറയുന്നത് 152 ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. ഇനി എന്ത് ചെയ്യണം? ടി എൻ 152 ആണെങ്കിൽ നമുക്ക് ടി എന്നിൻ്റെ ഫോർമുലയിലേക്ക് വരാം. ടി എന്നിൻ്റെ ഫോർമുല എന്താ? ടി എൻ എന്ന് വെച്ചാൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു വട്ട് ഈസ് നമ്മൾ എഴുതിയത്? കഴിഞ്ഞാൽ എഴുതിയത് 152 എന്നാണ്. 152. എ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടിയത്? നമ്മൾ കഴിഞ്ഞ ഇതിൽ പറയുന്നുണ്ട് എ എന്ന് പറയുന്നത് 5 ആണ്. 5 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 3 ആണ്. 3 ഈക്വൽ ടു 152. ഇനി നമ്മൾ എഴുതുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 5 പ്ലസ് 3n മൈനസ് 3 ഈക്വൽ ടു 152. ഈ 3n ഇവിടെ ഉണ്ട്. 3n 5 മൈനസ് 3 എന്ന് പറയുന്നത് പ്ലസ് 2 ആണ്. ദറ്റ് ഈസ് 152. 3n ഈക്വൽ ടു 152 മൈനസ് 2 ദറ്റ് ഈസ് 150. സോ 3n ഈക്വൽ ടു 150 ആണെങ്കിൽ n ഈക്വൽ ടു 150/3. 150/3 എന്ന് പറയുന്നത് എന്താ? 50. സോ 50th ടേമാണ് ഈ എ പിയുടെ 50ാമത്തെ ടേമാണ് 152. അപ്പോൾ ടേം കാണേണ്ട പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുക, എത്രാമത്തെ ടേമാണ് എന്നുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുന്നു. ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നമ്മൾ ഡി എഴുതുമ്പോഴേ നമുക്ക് വേറൊരു ടൈപ്പ് കൂടി ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഫൈൻഡ് ദ 25th term of Find the 25th term of 3, 1, minus 1, minus 3, etc. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നും, അയ്യോ ഇവിടെ എന്തായിരിക്കും ആഡ് ചെയ്ത് പോയേക്കുന്നത്, ഇവിടെ ഏത് സീക്വൻസ് ആയിരിക്കുമോ ഇത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരണുണ്ട് അല്ലേ? അങ്ങനെ വരേണ്ട കാര്യമില്ല. ഇത് നോക്കിയേ, ടേംസ് ഡിക്രീസ് ചെയ്താൽ പോയിരിക്കുന്നത്. ടേംസ് ഇൻക്രീസ് ചെയ്തും പോവാം, ടേം ഡിക്രീസ് ചെയ്തും പോവാം. ഈ ഡിക്രീസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഡി കോൺസ്റ്റൻ്റ് ആണോ എന്ന് അറിയാൻ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. അപ്പോൾ 1 മൈനസ് 3 എന്ന് ഇവിടെ വർക്കിംഗ് കോളത്തിൽ എഴുതാം. 1 മൈനസ് 3 മൈനസ് 2. ഇനി തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. തേർഡ് ടേം എന്താ? മൈനസ് 1 മൈനസ് 1 മൈനസ് 1 മൈനസ് 1 എന്താ? മൈനസ് 2. മൈനസ് 3 മൈനസ് മൈനസ് 1 അതിൻ്റെ അർത്ഥം എന്താ? മൈനസ് 3 പ്ലസ് 2 എന്നാണ്. ദറ്റ് ഈസ് എഗെയിൻ മൈനസ് 3 പ്ലസ് 1 എന്നാണ്. ദറ്റ് ഈസ് എഗെയിൻ മൈനസ് 2. അപ്പോൾ ഈ മൈനസ് 2 ആണ് ഇവിടെ ഡിഫറൻസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ആൻ എ പി. ഇത് എ പി ആണ്. ദിസ് ഇസ് ആൻ എ പി വിത്ത് what is the first term? 3. And what is the common difference? minus 2. D equal to minus 2. ഇങ്ങനെ നെഗറ്റീവായിട്ട് ഡി വരുന്നത് എപ്പോഴും ഡിക്രീസിങ് എ പിക്കാണ് വരിക. എന്താ ഡിക്രീസിങ് എ പി? ടേംസ് കുറഞ്ഞ് പോകുന്നു. അതിനെയാണ് എന്ത് പറയുക? ഡിക്രീസിങ് എ പി എന്ന് പറയുക. സോ ഇതൊരു എ പി ആണ്, ഡിക്രീസിങ് ആണ്. ഇനി ഇതേ ഫോർമുല തന്നെ, ഫോർമുലയ്ക്കൊന്നും ഒരു മാറ്റവും ഇല്ല. ഡിക്രീസിങ് ആയിക്കോട്ടെ ഇൻക്രീസിങ് ആയിക്കോട്ടെ, നമ്മളോട് കാണാൻ പറഞ്ഞത് ടേം ആണ്. അപ്പോൾ ടി എന്നിൻ്റെ ഫോർമുല ആദ്യം എഴുതുക, എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എഴുതി. ഇനി നമുക്ക് T25 ഇവാലുവേറ്റ് ചെയ്യാം. എന്താ T25? 3 പ്ലസ് എൻ മൈനസ് 1 ദാറ്റ് ഈസ് 25 മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്നത് എന്താ? മൈനസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് വട്ട് ഈസ് 25 മൈനസ് 1? 24 ഇൻറ്റു മൈനസ് 2. സോ 3 പ്ലസ് 24 ഇൻറ്റു മൈനസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് ആയിരിക്കും 48. That is equal to 3 minus 48 that is minus 45. So minus 45 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ വരുന്നത്. ക്ലിയർ? പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടേംസ് കാണുന്നതും എത്രാമത്തെ ടേം ആണെന്നും നമ്മൾ എ പിയിൽ വരുന്ന ഡിക്രീസിങ്ങിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമ്മളിവിടെ ചെയ്തു. ഇനി ഞാൻ അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് വരികയാണ്. അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ സീക്വൻസിൽ നമ്മൾ സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു. എന്നിട്ട് സീക്വൻസിൽ എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് വന്നു. ടേംസ് ആഡ് ചെയ്ത് പോകുന്നതിനെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നും മൾട്ടിപ്ലൈ ചെയ്തുണ്ടാകുന്ന സീക്വൻസിനെ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായി പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനെയും പറ്റിയിട്ടാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ടേം എന്താണ്,
ടേം കാണേണ്ട ഫോർമുല എങ്ങനെയാണ്, ഇതെല്ലാം നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു. അതിൻ്റെ പ്രോബ്ലംസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു ഡിക്രീസിങ് എ പിയുടെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദ 30th ടേം ഓഫ് 30ാമത്തെ ടേം ഓഫ് എ പി. ആ എ പി എന്താണെന്ന് ഞാൻ എഴുതാൻ പോകുന്നത്. 2 0 -2 -4 എക്സെട്ര. അപ്പം നോക്കിയേ, ടേംസ് കുറഞ്ഞല്ലേ ഇവിടെ പോയിരിക്കുന്നത്. ടേംസ് കുറഞ്ഞാൽ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ട രീതി നമുക്ക് എങ്ങനെയാണെന്ന് അറിയുമല്ലോ, എങ്ങനെയാണെന്ന് അല്ലേ. തൊട്ട് മുമ്പുള്ള പ്രോബ്ലം നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്. സോ അപ്പോൾ ഒരു എ പി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഹിയർ എ ഈക്വൽ ടു ഫസ്റ്റ് ടേം 2 ആണ്. ഡി എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞേ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഈ രീതിയിലല്ലേ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ ചെയ്ത് നോക്കാൻ പോവുകയാണ്. സെക്കൻഡ് ടേം 0 മൈനസ് ഫസ്റ്റ് ടേം, അപ്പോൾ 0 -2 എന്താ അത് -2. ഇനി അടുത്ത ടേം എടുക്കുന്നു, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, -2 -0 ദാറ്റ് ഈസ് അഗെയിൻ -2. ഫോർത്ത് ടേം -4 -2 എന്ന് വെച്ചാൽ എന്താ, -4 + 2 എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുക -2. ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിയുടെ വാല്യൂ ഇവിടെ എന്താണ്, -2 ആണ്. നോക്കൂ, എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഈ -2 എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫോർമുല എഴുതാം. Tn എന്ന് പറയുന്നത് a + n - 1 × d എന്നാണ്. സോ T30 എന്ന് പറയുന്നത് 2 + 30 - 1 × d ദാറ്റ് ഈസ് -2. So 2 + 30 - 1 that is 29 × -2 that is equal to 2 + 29 × -2 is -58. So 2 - 58 is -56. നോക്കൂ, നെഗറ്റീവാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലത്തെയുള്ള പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ടേംസ് ഓഫ് ദ സീക്വൻസ് ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ടേംസ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നമുക്ക് നിർത്തുകയാണ്. നമുക്ക് ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഈ ടേം നിർത്തിയിട്ട് നമ്മൾ ഇനി അടുത്തത് സം ഓഫ് n ടേംസ് ഓഫ് ദ എ പിയിലേക്ക് വരും. അപ്പോൾ അതിന് നമുക്ക് വേറെ ഫോർമുലയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ്, ഈ ടേംസും സമ്മും നമുക്ക് നന്നായി മനസ്സിലാക്കിയാൽ ഇതിലത്തെ ഏത് പ്രോബ്ലവും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.